ഹായ് മക്കളെ, വെൽക്കം ടു അവർ ക്ലാസ് റൂം. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇന്ന് നമ്മൾ നമ്മുടെ റെയിൻ ബസേരെ എന്ന് പറയുന്ന പാഠഭാഗത്തിലെ ആക്ടിവിറ്റി അതേപോലെ തന്നെ ക്വസ്റ്റ്യൻസുകളൊക്കെയാണ് നോക്കുന്നത്. അതായത് കറക്റ്റായിട്ട് പറഞ്ഞാൽ അതിൻ്റെ ആക്ടിവിറ്റീസ് സൈഡ് ക്വസ്റ്റ്യൻസുകളാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻസ് എന്താണെന്ന് നോക്കാം. ആദ്യം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, दिन का आकाश है हाउस ऑफ लॉर्ड, रात का आकाश है हाउस ऑफ कॉमन्स, इससे आपने क्या समझा? നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു രാത്രിയിലെ ആകാശവും പകലിലെ ആകാശവും കോമൺസിൻ്റെയും അതേപോലെ തന്നെ ഗോഡിൻ്റെ ദൈവത്തിൻ്റെയൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതെന്താണ് അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുന്നത് ചോദിക്കുന്നത്. അപ്പോൾ ദിൻകെ ആകാശ് മേം സൂരജ് കെ അലാവ ഹം കുച്ച് നഹീം ദേഖ് സക്തേ അല്ലേ. പകൽ നമുക്ക് സൂര്യനല്ലാതെ വേറൊന്നും കാണാൻ പറ്റൂല. पर रात का आकाश അസംഖ്യ താരോങ്ക ചാന്ത് കാ ഗർ, അതായത് രാത്രിയിലാണെങ്കിൽ കുറേ അധികം ആരെ കാണാൻ പറ്റും, നക്ഷത്രങ്ങളെയും അതുപോലെ തന്നെ ചന്ദ്രനെയും കാണാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നു, ഇസ് പാനി സേ കിസാനോ കോ ഭാരി നുക്സാൻ ഓ രഹാ ഹൈ ക്യോം? ഈ വെള്ളം കൊണ്ട് കർഷകർക്ക് എന്താണ് ഭയങ്കരമായിരിക്കുന്ന നഷ്ടം ഉണ്ടാവും, എന്തുകൊണ്ട്? അതിൻ്റെ ആൻസർ എന്താ കൊടുത്തിരിക്കുന്നത് നോക്കിയാൽ, ഗതി കെ ലിയെ പാനി കി ജरूरत, കൃഷി ചെയ്യാൻ എന്താണ് വെള്ളത്തിന് ആവശ്യം തന്നെയാണ്. पर ഭാരി വർഷ സെ കബി ബാഡ് ആ ജാത്തി ഹെ, ശക്തമായ മഴ കൊണ്ട് വെള്ളപ്പൊക്കമോ ഓർ വഹ് ഗേത്തി കാ നാശ് കർത്തി, അതുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ആ കൃഷി നഷ്ടമായി പോകുന്നു. ഇസ്സെ കിസാനോക്കോ ഭാരി നുക്സാൻ ഹോത്താ ഹെ, അതുകൊണ്ടാണ് കർഷകർക്ക് ശക്തമായിട്ടുള്ള അല്ലെങ്കിൽ വലിയ നാശനഷ്ടം ഉണ്ടാകുന്നത് എന്നാണ് ഇവിടെ പറയുന്നതിൻ്റെ അതിൻ്റെ ഉദ്ദേശം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഐസാ ലഗ്താ ദ മാനോ യഹ് രാത് കബി ഖത്തം ഹി നഹീം ഹോഗി, അല്ലേ. എനിക്ക് ഇങ്ങനെ തോന്നി, ഈ രാത്രി അവസാനിക്കൂലേ എന്നുള്ളത് തോന്നി. ലേഖകയ്ക്കോ ഐസാ ലഗ്ത, ലേഖകൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ തോന്നിയിരുന്നത്? ആൻസർ എന്താ പറഞ്ഞിട്ടുള്ളത്, റെയിൻ ബസേരമേ ഏക്ക് വിക്ഷിപ്ത് ആത്മീനെ, ഒരു ഭ്രാന്തനായ ഒരു മനുഷ്യൻ എന്ത് ചെയ്തു, നൈറ്റ് ഷെൽട്ടറായിട്ട് നിന്നല്ലോ അവിടെ. ലേഖക ഓർ ഉൻകെ സഹായകക്കോ, ലേഖകനെയും സഹായിക്കുകയും ബൗത്ത് പരേഷാൻ കിയ, വല്ലാത്ത പ്രയാസപ്പെടുത്തി. लाचार होकर रात में वे उसकी ധൗംസ് സഹത്തെ രഹേ, അല്ലേ. ആ നിസ്സഹായതയോട് കൂടെ രാത്രി മുഴുവനും അദ്ദേഹം എന്ത് ചെയ്തു, അയാളുടെ ആ ഭീഷണി സഹിച്ചു കൊണ്ടേയിരുന്നു. ഉൻകി സഹായത കർണേ കെ ലിയെ കോയി നഹീം ത, അയാളെ സഹായിക്കാൻ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഇസ് പ്രസംഗമേം, ആ സന്ദർഭത്തിൽ ലേഖക് ഐസാ സോച്ച, ലേഖകൻ ഇങ്ങനെ ചിന്തിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. കിതാബും ഉസ്നെ ഘോൽക്കർ ദേക്കി, ആ പുസ്തകങ്ങൾ അദ്ദേഹം എന്താണ് ഓപ്പൺ ചെയ്ത് നോക്കി. ഫിർ ജ്യോം കി ത്യോം വാപ്പസ് രഖ്ദി, എന്നാൽ അതുപോലെ തന്നെ എങ്ങനെയാണോ കിട്ടിയത് അതേപോലെ തന്നെ അവിടെ മടക്കി വെക്കുകയും ചെയ്തു. യഹാം അപരിചിത് വ്യക്തി ക, ഇവിടെ അപരിചിതനായിരിക്കുന്ന വ്യക്തിയുടെ കോൻസാ മനോഭാവ്, ഏത് മനോഭാവത്തെയാണ് പ്രകടമാക്കുന്നത്? ആൻസർ നോക്കിയാൽ പുസ്തകങ്ങൾക്ക് ബടാ മഹത്വ, പുസ്തകങ്ങൾക്ക് വലിയതായിരിക്കുന്ന മഹത്വം ഉണ്ട്. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ശിക്ഷിത് വ്യക്തിയോം ക ആദർ കർണ, നമ്മളെ വിദ്യാഭ്യാസം പഠിപ്പിക്കുന്ന അധ്യാപകരായിരിക്കുന്ന ആളുകളെയും ആദരിക്കപ്പെടണം. ഈ മനോഭാവമാണ് പ്രകടവത്താഹ ഇവിടെ എന്താക്കിയിരിക്കുന്നത്, പ്രകടമാക്കിയിരിക്കുന്നത്. അടുത്ത ചോദ്യം, ഗുത്തി സുലച്നെ ലഘി സേ ആപ്നെ ക്യാ സംച, അല്ലേ. സമാധാനം അല്ലെങ്കിൽ ആ പ്രശ്നപരിഹാരം എന്നതുകൊണ്ട് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ലേഖകനെ സോച്ച, ലേഖകൻ ചിന്തിച്ചു. എന്താ ചിന്തിച്ചിരിക്കുന്നത്? അപരിചിതനെ കിതാബോം കോ ക്യോം നഹീം ഫേങ്ക, അയാൾ ആ പുസ്തകങ്ങൾ എറിഞ്ഞില്ലല്ലോ, അതുകൊണ്ട് എന്തുകൊണ്ടാണ് അദ്ദേഹം എറിയാതിരുന്നത്? മുझे ശിക്ഷക് ജാൻകർ ഉസ്കാ വ്യവഹാർ ഏകായേക ക്യോം ബദൽ ഗയ, ഞാനൊരു അധ്യാപകനാണെന്ന് പറഞ്ഞതുകൊണ്ട് എന്തുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞപ്പം എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സ്വഭാവം മാറ്റിയത്? इन प्रश्नों का समाधान के रूप में उनके मन में कई बातें उड़ने लगी थी, ഈ പ്രശ്നങ്ങളൊക്കെ എന്താണ് ഒരു സമാധാന രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പല കാര്യങ്ങളും ഇങ്ങനെ ഉയരാൻ തുടങ്ങി. ധീരെ ധീരെ ഗുത്തി സുലച്ചനയിലേക്ക്, സാവധാനം സമാധാനം കണ്ടെത്തി എന്നുള്ളത്, അല്ലേ. അർത്ഥാത്ത് ശങ്കാക്ക സമാപ്ത് മിൽ ഗയ, ആ പ്രശ്നങ്ങൾ അർത്ഥാത്ത് അതായത് അല്ലെങ്കിൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്നത് ആ പ്രശ്നങ്ങളൊക്കെ എന്തായി സമാധാനം കണ്ടു എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത ചോദ്യം, ലേഖക് ഭൈ ഓർ ആതങ്ക് കി ഉസ് രാത് കോ മിലാ സമ്മാൻ അപൂർവ മാനത്തെ ഹേ കോം, അല്ലേ. ലേഖകൻ വളരെ ഭയപ്പെട്ടുകൊണ്ടും അതേപോലെ തന്നെ ആ ആതങ്ക തീവ്രം, അല്ലെ തീവ്രവാദികൾ, അതായത് പ്രയാസങ്ങൾ നിറഞ്ഞിരിക്കുന്ന
ആ രാത്രിയിൽ, തീവ്രമായ രാത്രിയിൽ അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന ഒരു ആദരവുണ്ടല്ലോ, അത് ഒരു അപൂർവമായി ഞാൻ അംഗീകരിക്കുന്നതിൽ മനസ്സിലാക്കുന്നു. എന്തുകൊണ്ട്? അതിൻ്റെ ആൻസറാണ് एक शिक्षक होने के नाते लेखक कई बार सम्मानित किया गया है അല്ലേ. അദ്ദേഹം ഒരു അധ്യാപകനായതുകൊണ്ട് പല പ്രാവശ്യം അദ്ദേഹത്തിന് എന്താ കിട്ടിയിട്ടുണ്ട്? ആദരവ് കിട്ടിയിട്ടുണ്ട്. പരന്തു ഏക്ക് വിക്ഷിപ്ത് ആത്മീകെ ദ്വാര കിയാ ഗയ സമ്മാൻ അപൂർവഹീത. എന്നാൽ ഒരു ഭ്രാന്തനായിരിക്കുന്ന ഒരു മനുഷ്യരിൽ നിന്ന് കിട്ടിയ ഒരു സമ്മാനം, അതല്ല ആദരവ് എന്ന് പറയുന്നത് സാധാരണ അദ്ദേഹത്തിന് കിട്ടുന്ന ആദരവിനേക്കാളും എത്രയോ അപൂർവമായിരുന്നു അല്ലേ. വളരെ റയറായിട്ടുള്ള അപൂർവമായിട്ടുള്ളൊരു ആദരവായിരുന്നു അത് എന്നുള്ള പറയണത്. ഓക്കെ, ടെക്സ്റ്റിലെ ആക്ടിവിറ്റികളാണ്. ആ ആക്ടിവിറ്റി പാത്രോങ്കി വിശേഷത പഹച്ചാനെ, കഥാപാത്രങ്ങളുടെ വിശേഷതകൾ അറിയാൻ എന്നുള്ളതാണ്, അറിയുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ചിന്തിക്കേണ്ട കാര്യം, അവിടെ എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്, 3 കോളങ്ങൾ കൊടുത്തിട്ടുണ്ട്. പാത്ര, ഭൂമിക, വിശേഷത. അത് നല്ലപോലെ ഒന്ന് വായിച്ചു നോക്കുക. അതെല്ലാം കൂടെ അതിൻ്റെ മീനിങ് പറയലൊന്നും നടക്കില്ല, കാരണം ഒരുപാടുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ, വായിച്ച് നോക്കിയിട്ട് അത് എഴുതുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, അപ്പോൾ പറഞ്ഞു തരാം. ഓക്കെ, അടുത്തത് നോക്കിക്കോളൂ. ഇവിടെ ഇതാകണം അർത്ത് ടൂണ്ടേ എന്ന് പറഞ്ഞിട്ട് അടുത്ത ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട് അല്ലേ. ഈ യാത്രാവൃത്തിൽ ഒരുപാട് ഇങ്ങനെയുള്ള മുഹാവരകളുണ്ട്. ഇത് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസുകളാണ്. അത് ഉൽജലൂൽ കർണ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പ്രയോജനമില്ലാതെ ഇങ്ങനെ ബേക്കാർ കി ബാത്തേൻസ് കഹന അല്ലേ, ഇങ്ങനെ പറഞ്ഞുകൊടുക്കുക, ഓരോന്നിങ്ങനെ പറഞ്ഞുകൊടുക്കുക. ബേസർ പെർക്ക സവാൽ കർണ, അങ്ങനെ തലയും വാലില്ലാത്ത കാര്യങ്ങൾ ചോദിക്കുക. ധംസ് സഹന, ഭീഷണിപ്പെടുത്തുക. അതേപോലെ തന്നെ ഗുദ്ധി സുലച്ചന, അപ്പം കുറച്ച് മുന്നേ നമ്മൾ പഠിച്ചു എന്താണ് സമാധാനം കണ്ടെത്തുക, സമാധാനം ആവുക അല്ലേ, അതായത് ആ പ്രശ്നങ്ങൾ പരിഹാരമാകുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് എക്സാമിന് ചോദിക്കും. നല്ല പോലെ അതിൻ്റെ ആൻസറൊക്കെ നോക്കിയിട്ട് ചെക്ക് ചെയ്യുക. ഓക്കെ, ഇനി അടുത്തത് വിശേഷൺ ശബ്ദം എഴുതാനാണ്. അത് അതിൻ്റെ ആൻസറൊക്കെ കറക്റ്റായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. 2 ജൈസെ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ടല്ലോ അവിടെ അല്ലേ. എന്താ കൊടുത്തിരിക്കുന്നത്? മുജെ ജോ സമ്മാൻ മില അപൂർവത തബി ഏക് വിചിത്ര ഘടനാ ഘടി. ഓക്കെ, അതിൽ വിചിത്രമായ ഘടനാസംഭവം, വിചിത്രമായ സംഭവം, അങ്ങനെയുള്ള ഒരു 3-4 വേറെ കൊടുത്തിട്ടുണ്ട്. താരെ ഐസയിലെ ഗ്രഹേദേ ഗാനോ കിസീനെ ആകാശ്മേം സഫേദ് തിൽ ബിഖറോയേ, അവിടെ മാനോ എന്ത് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ സിമട്ട് കർ घने काले मेघों में परिवर्तित हो रहे ഏത് 3-ാമത്തെ വർഷ पर बिछाने के लिए एक बहुत बड़ी दरी दी. ഓക്കെ, ഇതൊക്കെ അറിയാലോ. ബഹുത്ത് ബഡി ദരി ദി, ബഹുത്ത് ബഡി. അതേപോലെ തന്നെ ഘനെ കാലെ, അതുപോലെ തന്നെ സഫേദ് തിൽ, ഇതൊക്കെ ഓർക്കുന്നുണ്ടാകും. വെള്ള എള്ളുകൾ, ഓക്കെ, ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ, ഓർക്കുന്നില്ലേ? അടുത്ത ആക്ടിവിറ്റി വരുന്നത് ബാത്ചീത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭാഷണമാണ്. അതിൻ്റെ മറ്റൊരു വാക്കാണ് വാർത്താലാപ്, സംവാദം എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഈ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസിലുണ്ടാകുക. അവിടെ കൊടുത്തിരിക്കുന്നത് ഈ അപരിചിത വ്യക്തി അതേപോലെ തന്നെ പോയ സമയത്ത് ചോട്ടു ദർവാസ ബന്ദ് കർണി അപ്പനെ താലാലിയ അല്ലേ. അയാൾ പോയ സമയത്ത് തന്നെ വേഗം എന്ത് ചെയ്തു? ഡോറടിച്ചിട്ട് കുറ്റിയിട്ടു. ഇസ് പ്രസംഗം पर ചോട്ടു और ലേഖ, ആ സമയത്ത് ചോട്ടുവും ലേഖവും തമ്മിലുള്ള വാർത്താലാപാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നല്ലപോലെ വായിച്ച് നോക്കുക. എല്ലാം കൂടെ വായിച്ച് തരാനുള്ള ഒരുപാട് വീഡിയോ ദൈർഘ്യം വരും, അതുകൊണ്ടാണ്. അപ്പോൾ നല്ലപോലെ വായിച്ച് നോക്കിയിട്ട് എഴുതുക. ഓക്കെ, അടുത്ത ആക്ടിവിറ്റിയാണ് പറയുന്നത്. ഇനി അടുത്ത ആക്ടിവിറ്റി ക്വസ്റ്റ്യനൊക്കെ വരുന്നത് പടുക്കഥയാണ്. മൻപസന്ത് പ്രസംഗ യാത്രാവൃത്തിക്ക് ചുനി അല്ലേ. ഈ യാത്രാവസ്ഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു സന്ദർഭം എന്ത് ചെയ്യുക? തിരഞ്ഞെടുക്കുക. ഉസ് പ്രസംഗ पर പടുക്കഥയൊക്കെ ദൃശ്യലിക്കും, ഒരു പടുക്കഥയുടെ ദൃശ്യം എഴുതുക. ഓർ അഭിനയിക്കുക, എന്നിട്ട് അഭിനയിക്കാനും പറയുന്നുണ്ട്. ഏതായാലും പടുക്കഥ എഴുതുമ്പോൾ പടുക്കഥേൻ്റെ ഏറ്റവും വലിയ ആവശ്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫോർമാറ്റാണ് ഞാൻ ആദ്യം ഇവിടെ തരുന്നത്. ആ ഫോർമാറ്റ് വെച്ചിട്ട് ഒരു പടുക്കഥ എഴുതിയിരിക്കുന്ന ഒരു ഭാഗമാണ് ഇവിടെ കാണുന്നത്. അപ്പം അത് ചെക്ക് ചെയ്യുക, എങ്ങനെയൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്, എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് നോക്കിയിട്ട് അത് ചെക്ക് ചെയ്യുകയും ചെയ്യുക. ഓക്കെ, അപ്പോൾ മക്കളിവിടെ ഞാൻ പടുക്കഥൻ്റെ ഒരു ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം എന്ത് ചെയ്യേണ്ടത്? ഒരു സ്ഥാൻ എഴുതുക. സ്ഥാന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ താഴെ സമയം എഴുതുക. അപ്പോൾ ഒക്കെ ഉള്ള ഒരു പടുക്കഥ ഓൾറെഡി ഇവിടെ തരുന്നുണ്ട്, അത് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. എന്നതിന് ശേഷം പാത്ര എന്ന കഥാപാത്രത്തിൻ്റെ എന്തെല്ലാം കാര്യങ്ങളാണ് എഴുതേണ്ടത്? ആദ്യം കഥാപാത്രം എന്ന് എഴുതിയിട്ട് നേരെ നാമം എഴുതുക, ആ കഥാപാത്രത്തിൻ്റെ പേര് എഴുതുക. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ വയസ്സ് എഴുതുക, എന്നിട്ട് അതിൻ്റെ വേഷഭൂഷ എഴുതുക. ഓക്കെ, എന്നിട്ട് അതിൻ്റെ താഴെ എഴുതേണ്ടതാണ് ദൃശ്യകാ വിവരണം ബ്രാക്കറ്റിലൊക്കെ എഴുതിയിട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ അവിടെ എന്തെങ്കിലും ഘടനകൾ ഉണ്ടെങ്കിൽ കൊടുക്കുക. അതായത് ദൃശ്യകാ വിവരണത്തിലെ ഘടന എന്നൊക്കെ തന്നെ അതിന് പറയുക. ഓക്കെ,
പിന്നെ അതിൻ്റെ നേരെ താഴെ സംവാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭാഷണം. അതിങ്ങനെ നേരെ ഒരു 4 വിനിമയം, അതായത് ഒരു ചോദ്യം അതിൻ്റെ ആൻസർ അങ്ങനെ ഒരു 8 അതായത് 8 ലൈൻ, 4 വിനിമയം എന്ന് പറഞ്ഞാൽ 8 ലൈൻ കേട്ടോ. ഓക്കെ, അത് എഴുതിയിട്ട് ഉഷാറാക്കിയിട്ട് വരിക. അപ്പം എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, നമുക്കൊന്നും കൂടി ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഫോർമാറ്റ് വെച്ചിട്ട് എഴുതിയിട്ടുള്ള ഒരു പടുക്കഥയാണ് ഇവിടുന്ന് അങ്ങോട്ടുള്ളത്. നല്ലോണം ചെക്ക് ചെയ്യുക, മുഴുവനായിട്ട് നോട്ടിലേക്ക് എഴുതുക. ഓക്കെ, അപ്പം എല്ലാ കാര്യവും മനസ്സിലായെന്ന് കരുതുന്നു. വീണ്ടും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.